ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മൗനരാഗം സീരിയലിന്റെ പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ രതീഷും അതുപോലെ തന്നെ ബാലമാമനും അതുപോലെ തന്നെ ഹരിസാറൊക്കെ കൂടിയിട്ട് വീടൊക്കെ അലങ്കരിക്കുകയാണ്. പഴയ സ്വർണ്ണാഭരണങ്ങളൊക്കെ ലക്ഷ്മി കല്യാണിനെ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഗംഗപ്രസാദിന്റെ അച്ഛൻ കല്യാണം കഴിഞ്ഞ ശേഷം എനിക്ക് വാങ്ങി തന്നതാ. ഈ ഡിസൈൻ ഒന്നും ഇപ്പൊ കിട്ടേ ഇല്ലെന്ന് പറയുമ്പോ കല്യാണി പറയണ്ട, അതെ നല്ല നല്ല ഡിസൈനാ എന്നിങ്ങനെ പറയാണ്. അപ്പോ കാർത്തിക പറയുന്നുണ്ട്, എന്നാലും അവൻ ആ മൂപ്പനെ കൊന്നല്ലോ. അതേ ചേച്ചി, എനിക്ക് ആകെ വിഷമിട്ട് പോയാ. ആ മൂപ്പനൊക്കെ എത്ര നല്ല ആൾക്കാരാന്നറിയാവോ. ഞങ്ങൾ അവിടെ വീട്ടിൽ പോയപ്പോ എത്ര സന്തോഷത്തോടെയും സ്നേഹത്തോടെയാണ് ഞങ്ങളടുത്ത് പെരുമാറിയെന്ന് അറിയാവോ. അവർക്ക് പഠിപ്പും വിവരവും ഒന്നുമില്ല, നാട്ടിലെ കാര്യങ്ങളൊന്നും അവർക്ക് അറിയില്ല. പക്ഷെ അവർക്ക് നല്ല സ്നേഹിക്കാനുള്ള മനസ്സുണ്ട്. നല്ലൊരു മൂപ്പനായിരുന്നത്. ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു. ആ കാട്ടില് തന്നെ വലിയ ആളായിരുന്നു. അവര് ദൈവത്തെ പോലെയാ മൂപ്പനെ കാണുന്നത്. അങ്ങേരെയാണ് കൊന്നു കളഞ്ഞത്. അയാള് മൂപ്പൻ സത്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴേക്കും ഗംഗേനെ പിടിക്കാൻ പോയപ്പോഴാണ് ഗംഗപ്രസാദ് കുത്തി കൊന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി ചേച്ചി. ഗംഗപ്രസാദിനെ കിരണട്ടൻ ശവം കണക്കിന് കൊക്കയിലേക്ക് വലിച്ചെറിഞ്ഞാണ്. അയാളെ പുതിയ മനുഷ്യനാക്കി മാറ്റിയത് ആ മൂപ്പൻ തന്നെയാണ്. കാരണം മൂപ്പൻ അറിയില്ലല്ലോ അവനൊരു കൊലയാളിയാണെന്ന്. എന്നിട്ട് അയാളെ തന്നെ കൊന്നിട്ട് ആ ഗംഗപ്രസാദ് അവിടെ നിന്ന് ചാടി വന്നത്. അവൻ എന്ത് മനുഷ്യനാണല്ലേ എന്ന് പറയുമ്പോ കാർത്തിക പറയണ്ടോ, അവനെങ്ങനെ മുമ്പിൽ കിട്ടിയാലുണ്ടല്ലോ കല്യാണി, അവനെ ഇഞ്ചിഞ്ചായിട്ട് ഇല്ലാതാക്കണം. അവനെ പെട്ടെന്ന് കൊല്ലരുത്. കാരണം എല്ലാവർക്കും അവനെ ഇഞ്ചിഞ്ചാക്കാനുള്ള ഒരു അവസരം കൊടുക്കണം എന്ന് പറയുമ്പോ കല്യാണി പറയണ്ട, ചേച്ചി ഇപ്പൊ നമ്മൾ മാത്രല്ല, വേലും അമലും അതുപോലെ തന്നെ മൂപ്പന്റെ ഭാര്യ എല്ലാവരും അവനെ ഇല്ലാതാക്കാൻ നടക്കുകയാണ്. എന്തായാലും ഞാൻ നാളെ കഴിഞ്ഞ് കാട്ടില് വരെ പോകുകയാണ്. അവിടെ വേലുവൊക്കെ ചേച്ചിയുടെ കല്യാണത്തിന് വരാൻ വേണ്ടി തിടുക്കം കൂട്ടുന്നുണ്ട്. കല്യാണത്തിന് കൂടാൻ വേണ്ടി മാത്രല്ല കേട്ടോ, കല്യാണത്തിന് എന്തായാലും ഗംഗപ്രസാദ് വരുമെന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് ഗംഗനെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് വേലു വരുന്നത്. പിന്നെ അമലുവിന് എന്തോ സുഖമില്ലായ്മയൊക്കെ ഉണ്ടെന്നാ പറയണത്. അമലുവിനെയും കൊണ്ടുവരണം എന്ന് പറയുമ്പോ നമ്മുടെ കാദംബരി ചോദിക്കണ്ടല്ല, ഈ അമലു എന്ന് പറഞ്ഞ പെൺകുട്ടിയായിട്ടല്ല ഗംഗപ്രസാദ് അടുപ്പാണെന്ന് പറഞ്ഞത്. അതെ. അല്ല ഇനി അവനെങ്ങാനും അവൾക്ക് പണി കൊടുത്തോ, അവളെങ്ങനെ ചതിച്ചോ എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് ചതി പറ്റി, പക്ഷെ വേറെ രീതിയിലൊന്നും ആണെന്ന് എനിക്ക് തോന്നണില്ല. എന്തുകൊണ്ടായിക്കൂടാ. കല്യാണി പറഞ്ഞല്ലോ അവൾക്ക് സുഖമില്ലായ്മ ഉണ്ടെന്ന്. സുഖമില്ലായ്മയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ അവൾ പ്രഗ്നന്റ് എന്തെങ്കിലും ആയിരിക്കോ എന്ന് ചോദിക്കണം. അപ്പൊ ലക്ഷ്മി പറഞ്ഞിട്ട്, ഈശ്വര പ്രഗ്നന്റ് ആണെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും. വെറും ഒരു കുറ്റവാളിയുടെ കുഞ്ഞാണെന്ന് ആലോചിക്കണം. മനോഹർ എന്ന് പറഞ്ഞ ആള് കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പെണ്ണുങ്ങളെ പറ്റിച്ച് ചതിച്ചെങ്കിലും ആരെയും കൊന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് അവനോട് നമുക്ക് ചെറിയൊരു മയമുള്ളത്. പക്ഷെ ഗംഗപ്രസാദ് അങ്ങനെയില്ലല്ലോ കല്യാണി. അതെ, അത് ശരിയാ. എന്തായാലും അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല ലക്ഷ്മി അമ്മേ. എന്തായാലും അമലുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. അവളുടെ സുഖമില്ലായ്മ എന്താന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നാളെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് എന്ന് കല്യാണി പറയാട്ടോ. പിറ്റേ ദിവസം തന്നെ കല്യാണി കാട്ടിലേക്ക് പോവാണ്. കിരണും വരാന്ന് പറയുമ്പോ കല്യാണി പറയണ്ട്, വേണ്ട കിരണേട്ടൻ വരണ്ട. കാരണം ഗംഗപ്രസാദ് ഇപ്പൊ കാട്ടിലില്ല, നാട്ടിലാണുള്ളത്. അതുകൊണ്ട് കിരണേട്ടൻ ഇവിടുന്ന് മാറി അവൻ ഏതെങ്കിലും വഴി അവൻ എന്തെങ്കിലും ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സെക്കൻഡ് അവൻ ഇവിടേക്ക് വരും, കാർത്തികനെ ലക്ഷ്മി അമ്മേനെ അന്വേഷിച്ചിട്ട്. അതുകൊണ്ട് കിരണേട്ടൻ ഇവിടെ വേണം. ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. തിരിച്ചു വരുമ്പോഴേക്കും വേലു ഒക്കെ ഉണ്ടല്ലോ, കുഴപ്പമൊന്നും ഇല്ലെന്ന് പറയണം. അങ്ങനെ കല്യാണി വേലുവിനെയും അതുപോലെ തന്നെ അമലുവിനെയും കൂട്ടാൻ വേണ്ടി കാട്ടിലേക്ക് പോവാണ്. അപ്പൊ അമലുവിനെ കൂട്ടണമൊന്നും കല്യാണിക്കില്ല, വേലുവിനെ വിളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ വേലു വരാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും അമലു വേലുവിനോട് പറയണ്ട്, വേലുവേട്ട ഞാനും വരുന്നുണ്ടെന്ന് പറയാണ്. അമലു, നിനക്ക് വണ്ടി യാത്രയൊക്കെ പറ്റുമോ? നിനക്ക് സുഖമില്ലെന്ന് നീ പറയുന്നുണ്ടായിരുന്നല്ലോ. അല്ല, എനിക്ക് അവിടെ വരണം. അങ്ങനെ ആ ഗംഗപ്രസാദ് എന്ന് പറഞ്ഞ, ഇവിടെ വിനായകമായിട്ട് അവതരിച്ച ഗംഗപ്രസാദ് എന്ന് പറഞ്ഞവൻ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അവനെ കാണണം. വേലുവേട്ട, എനിക്ക് അവനെ അന്ത്യം കുറിക്കണം എന്നാ. അപ്പൊ അമലോട് പറയണ്ട് വേലു, എനിക്കും അതിനു വേണ്ടി തന്നെ അമലു ഞാനും പോണത്. അവനെങ്ങനെ മുമ്പിൽ കിട്ടാനുണ്ടല്ലോ, കിരൺ സാറിനെ കല്യാണി മേഡത്തിനെ ഒന്നും ഞാൻ കൊടുക്കില്ല അവന്. ഞാൻ ഒറ്റക്ക് അവന്റെ അന്ത്യം കുറിച്ചിരിക്കും. അമല് പറയണ്ട്, അവൻ എന്റെ കൺമുമ്പിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ അവന്റെ അന്ത്യം കുറിക്കും. അതിനുശേഷം ഞാനും ഇല്ലാതാവും. അമലു, നീ എപ്പോഴും നീ മരിക്കുന്ന കാര്യം എന്തിനാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയാണ്. എന്തായാലും കല്യാണി മേഡം വരുമ്പോ നമുക്ക് മേഡത്തിന്റെ കൂടെ പോവാം. പിന്നെ നമുക്ക് മാമീനെയും കൂട്ടാം. മാമിയുടെ ഒറ്റക്ക് നിന്നാൽ ശരിയാവില്ല, അവിടെ ഒത്തിരി പേരുണ്ട്. അപ്പൊ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുമല്ലോ. അത് ശരിയാ എന്ന് അമലു പറയണം. അങ്ങനെ കല്യാണി വരുമ്പോ വേലും അമലും മൂപ്പത്തിയും കൂടി കല്യാണിയുടെ കൂടെ നാട്ടിലേക്ക് വരുവാട്ടോ. അങ്ങനെ കല്യാണി ഇവര് 3 പേരും കൂട്ടിക്കൊണ്ട് ആദ്യം പോണത് നമ്മുടെ കല്യാണിയുടെയും കിരണിന്റെയും വീട്ടിലേക്കാണ്. അവിടെ എത്തുമ്പോ തന്നെ ദീപയുടെ ഫോട്ടോയാണ് അവർ കാണുന്നത് കേട്ടോ. അതിലേക്ക് അമലും അതുപോലെ തന്നെ മൂപ്പത്തിയും വേലും ഇങ്ങനെ നോക്കുമ്പോ കല്യാണി പറയണ്ട്, ഇതെന്റെ അമ്മയാണ്, 2 മാസമായിട്ടുള്ളൂ മരിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കല്യാണി പൊട്ടിക്കരയാട്ടോ. അപ്പോഴേക്കും അവിടേക്ക് നമ്മുടെ അമ്മൂമ്മ വരുന്നുണ്ട്. ആഹാ, ഇതാണോ മോള് പറഞ്ഞ അമലും വേലും അതുപോലെ മൂപ്പന്റെ ഭാര്യയല്ലേ, എല്ലാരും വാ
ഇരിക്കുന്നൊക്കെ പറയാണ്. അപ്പൊ ഈ കല്യാണി മോൾ എന്തിനാ കരയുന്നെന്ന് ചോദിക്കുമ്പോ ഈ ഫോട്ടോ കണ്ടിട്ട് കരഞ്ഞതാണെന്ന് വേലു പറയാണ്. അമ്മൂമ്മ പറയുന്നുണ്ട്, എന്ത് പറയാനാ മോനെ, നിങ്ങളുടെ മൂപ്പൻ എന്ന് പറയില്ലേ, നിങ്ങളുടെ മാമൻ അമലുവിന്റെ അച്ഛൻ ഒരു പാവത്താനായിരുന്നില്ലേ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന മനുഷ്യൻ. അതുപോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു അമ്മയായിരുന്നു കല്യാണിയുടെ അമ്മ. കല്യാണിക്ക് വേണ്ടി മാത്രം ജീവിച്ചൊരു അമ്മയായിരുന്നു കല്യാണിക്ക്. ഒരു 2 വർഷം മുമ്പ് വരെ സംസാരശേഷി ഉണ്ടായിരുന്നില്ല കേട്ടോ. സംസാരശേഷി കളഞ്ഞത് ഞാനും എന്റെ മോനുമാണ്. അതൊന്നും ഇനി പറയുന്നില്ല, കഥയാണെങ്കിൽ പറയാൻ ഒത്തിരി ഉണ്ട്. ഈ പാവ സ്ത്രീനെ കൊന്നതാരെന്നറിയാവോ? അവന് ആ ഗംഗപ്രസാദ് എന്ന് പറയുമ്പോ അവർക്കും ഷോക്ക് ആവാണ്. കല്യാണി പറയുന്നുണ്ട്, അതെ നിങ്ങളെപ്പോൾ തന്നെ എനിക്കും അവനോട് ദേഷ്യമുണ്ട്. അത് മാത്രമല്ല ഒരുപാട് കുടുംബങ്ങളെ ഇല്ലാതാക്കിയത് അവനാണ്. അവനെ കൈ കിട്ടാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കാന്ന് പറയുമ്പോ അമലു പറയുന്നുണ്ട്, എനിക്ക് കൈ കിട്ടാണെങ്കിൽ ഞാൻ ഇല്ലാതാക്കും അവനെ, ഞാൻ കൊല്ലും, ശേഷം ജയിലിൽ പോയി കിടക്കാനും എനിക്ക് മടിയില്ല എന്ന് അമലു പറയുമ്പോ അമ്മുമ്മ പറയുന്നുണ്ട്, ഭാനുമതി അമ്മമ്മ പറയുന്നുണ്ട്, എന്റെ പൊന്നു മോളെ, മോൾക്ക് മാത്രല്ല അവനെ കൊല്ലാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആർക്കാ ആഗ്രഹമില്ലാത്തത്? അത്ര ക്രൂരനല്ലേ അവൻ. എന്തായാലും നിങ്ങൾ വിഷമിക്കണ്ട കേട്ടോ, എല്ലാം ശരിയാകും. അവനൊരു ആളല്ലേ ഉള്ളൂ, ബാക്കി നമ്മൾ എല്ലാവരും ഒരുമിച്ചല്ലേ ഉള്ളത്. അതുകൊണ്ട് അവൻ എന്തായാലും കാർത്തിക മോളുടെ വിവാഹത്തിന് വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ട് തന്നെ അവനെ നമുക്ക് എന്തായാലും ആ സമയത്ത് ട്രാപ്പ് ചെയ്യണം എന്ന് പറയാണ്. അപ്പൊ വേലു പറയണ്ട, എന്തായാലും ഞാൻ അവനെ പൊക്കിയിരിക്കും എന്നൊക്കെ പറയണ്ട്. കല്യാണി പറയണ്ട, എന്തായാലും കിരണേട്ടൻ ഇപ്പൊ വരും, വേലുവിനെ കിരണേട്ടൻ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകും, ശേഷം ഈ പറഞ്ഞ ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോകാം, മിക്കവാറും അവിടെ അവൻ വരാനാണ് ചാൻസ് എന്നൊക്കെ കല്യാണി പറയുന്നുണ്ട്. ഞാനെന്തായാലും കിരൺ സാറിന്റെ കൂടെ തന്നെ ഉണ്ടാകും മേഡം, ടെൻഷൻ ഒന്നും ആവണ്ടെന്ന് പറയണ്ട. അങ്ങനെ വേലു ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. അപ്പൊ അവിടെ കിരണും ഹരിസാറും അതുപോലെ തന്നെ രതീഷും ബൈജു എല്ലാം ഉണ്ട് കേട്ടോ. വേലു നീ എത്തിയോ? അമലു ഒക്കെ ഉണ്ടോ? ഉണ്ട് സാറേ, അമലുവിന് തീരെ വയ്യ. കല്യാണി പറഞ്ഞിരുന്നു കുറച്ചു കഴിയുമ്പോ കല്യാണി ഹോസ്പിറ്റൽ വരെ കൊണ്ടുപോയിക്കോളും എന്ന് പറയാണ്. ഇതാണ് ഓഡിറ്റോറിയം അല്ലേ? അതെ. ഇനി ഇവന് ഗംഗപ്രസാദ് ഇവിടെ എങ്ങനെ ബോംബ് വെച്ചോ നമുക്ക് അറിയില്ലല്ലോ വേലു, അതുകൊണ്ട് ഇടക്കിടക്ക് ഇവിടെ ആരെങ്കിലും ഒക്കെ വന്ന് നോക്കും. എന്നാലും അവൻ എന്തൊരു മനുഷ്യനാ സാറേ, ഇനി അവൻ എയ്റോപ്ലെയിനിൽ എങ്ങനെ കയറി വന്നിട്ട് എന്തെങ്കിലും ചെയ്യോ സാറ് എന്ന് ചോദിക്കാണ്. അതിനും മടിക്കലിടാവൻ, അങ്ങനത്തെ ഒരുത്തനവൻ. എന്തായാലും നമുക്ക് നോക്കാം, അല്ലാതെ നമ്മൾ എന്ത് പറയാനാടാ, മരിക്കുകയാണെങ്കിൽ ഒരുമിച്ച് അങ്ങോട്ട് മരിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടാ. പക്ഷെ അവൻ എങ്ങാനും കൈ കിട്ടിക്കഴിഞ്ഞാ പിന്നെ അവൻ പുറംലോകം കാണില്ല. ഞാൻ ചെയ്ത തെറ്റാടാ, അന്ന് കാട്ടിൽ വെച്ചിട്ട് അവനെ കൊല്ലണമായിരുന്നു. ശരിക്കും അവൻ മരിച്ചു എന്ന് വെച്ചിട്ട് വലിച്ചെറിയാൻ പാടില്ലെന്നെ, അവനെ കൊന്നു കുഴിച്ചു മുഴിട്ടെ ഞാൻ വരാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോ വേലു പറയണ്ട, അതേ സാറേ, സാർ അന്ന് അവന് കൊന്നൂന്ന് മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിരുന്നെങ്കിൽ ഇത്രയും വിഷമിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പൊ രതീഷ് പറയുന്നുണ്ട്, അതെ അവൻ അങ്ങനത്തെ ഒരുത്തിനെ ഞങ്ങൾ വിചാരിച്ചില്ലല്ലോ വേലു, അങ്ങനെ മരിച്ച് ശവമായിട്ട് ഒരുത്തിനെ പുഴയിലേക്ക് തള്ളി, അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരുമെന്നോ ഒരിക്കലും വിചാരിച്ചില്ലെന്ന് പറയാണ്. അപ്പൊ വേലു പണ്ട് എന്ത് പറയാനാ, അവൻ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയത് ഞാനാ. അപ്പോഴും ഇതൊരു ജന്തുവാണെന്ന് അറിഞ്ഞില്ലല്ലോ, ജന്തുവാന്ന് പോലും പറയാൻ പറ്റില്ല, അതിനേക്കാളും നീചനല്ലേ അവൻ. അവൻ അങ്ങനത്തെ ഒരു ഒരുത്തനാണെന്നുണ്ടെങ്കിൽ ഞാൻ ആ സമയം തന്നെ അവനെ സ്പോട്ടിൽ തന്നെ ഞാൻ അവനെ ഇല്ലാതാക്കിയാനെ. എന്തായാലും കിരൺ സാറേ, അവൻ എങ്ങാനും എന്റെ കൈ കിട്ടാണെന്നുണ്ടെങ്കിലല്ലോ എന്റെ മൂപ്പന്റെ ആത്മാവിന് വേണ്ടി, എന്റെ മാമന്റെ ആത്മാവിനെ വേണ്ടിയിട്ട് ഞാൻ അവനെ ഇല്ലാതാക്കും. കിരൺ പറയണ്ട്, അതെ, പിന്നെ എന്റെ മോനെ പോലെ സ്നേഹിച്ച കല്യാണിയുടെ അമ്മയുടെ ആത്മാവിന് വേണ്ടിയിട്ടും അവൻ ഇല്ലാതാവണം. അങ്ങനെ ഒരുപാട് പേരുടെ ജീവൻ, എന്തിനാ അവന്റെ സ്വന്തം അച്ഛൻ പോലും അവനെ വിചാരിച്ച് നീറിയാണ് മരിച്ചത്. സ്വന്തം അച്ഛനോട് പോലും ആത്മാർത്ഥത ഇല്ലാത്തവനാ, അതുകൊണ്ട് അവൻ ഇനി ജീവിക്കേണ്ട എന്ന് പറയാണ്. അപ്പൊ എന്തായാലും കാർത്തികയുടെ കല്യാണത്തിന് എല്ലാവരും കൂടി ഗംഗനെ കൊല്ലോന്ന് പറഞ്ഞ് നടക്കാണ്. അപ്പൊ അമലുവോ വേലുവോ ആരെങ്കിലൊക്കെ ചെയ്യാനാണ് ചാൻസ് കേട്ടോ. മിക്കവാറും അമലുക്ക് തന്നെ കിട്ടാനാണ് ആ ചാൻസ്. കാരണം അമലുവിനേക്കാണല്ലോ ഇപ്പൊ കൂടുതൽ ചതി പറ്റിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.